നമസ്കാരം, ഞാൻ ജിഎം കുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലിയൻ ബ്രെയിൻ മലയാളം. ദശരഥ മഹാരാജാവും കമൽഹാസനും പിന്നെ കെട്ടിയോളുമാരുമായിട്ടുള്ള എണ്ണത്തിൻ്റെ കണക്കിലുള്ള ഒരു യുദ്ധവും, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് കമൽഹാസൻ ഒരു സ്റ്റേജിൽ സംസാരിക്കവേ തന്നോട് പലരും ചോദിച്ചിട്ടുള്ള, ഒരു ബ്രാഹ്മണായി ഇരുന്നിട്ടും എന്തിനാണ് പല വിവാഹങ്ങളും ചെയ്തത് എന്ന്. അദ്ദേഹം ഉത്തരം പറയുകയുണ്ടായി, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാറില്ല, എങ്കിൽ പോലും രാമൻ അല്ലെങ്കിലും രാമൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ, അതുകൊണ്ട് ഞാൻ പല വിവാഹങ്ങളും ചെയ്തു എന്നായിരുന്നു കമൽഹാസൻ ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. ആ സ്റ്റേജിൽ വെച്ച് അങ്ങനെ ഒരു ഉത്തരം അദ്ദേഹം പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം എത്ര കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ആർക്കും അത് ആവശ്യമുള്ള കാര്യമല്ല. അങ്ങനെ ഒരാൾ എന്നോട് അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത് രാഷ്ട്രീയപരമായി നമുക്ക് മനസ്സിലാവുന്നുള്ള കാര്യമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ പ്രതിഫലനമാണ് ആ വാക്കുകൾ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള ആൻറ്റി ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ആൻറ്റി റാം പൊളിറ്റിക്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. പ്രത്യേകിച്ച് അത് ദശരഥനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും അതിന് മുന്നേ പറഞ്ഞ ഒരു വാക്ക്, രാമൻ എന്നുള്ള വാക്ക്, ആ വാക്കായിരുന്നു അവിടെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണേണ്ടത്. രാമൻ ദശരഥൻ്റെ മകനാണ് എന്നുള്ളത് ആരും അറിയാത്ത ആൾക്കാരെന്നല്ല. എന്നിട്ടും എടുത്തു പറയണമെങ്കിൽ ഓബ്വിയസ്ലി അവിടെ രാമൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് രാമനെ കൂടി ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ദശരഥ മഹാരാജാവോട് സ്വയം കമ്പയർ ചെയ്യാനുള്ള കെൽപ്പ് കമൽഹാസൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ആദ്യം, ദശരഥ മഹാരാജാവ് ഒരു ക്ഷത്രിയനായിരുന്നു, അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഒരു രാജാവിന് പല വിവാഹങ്ങൾ ചെയ്യാനുള്ള അനുവാദം ആ കാലത്തുണ്ടായിരുന്നു. രാജാവിന് മാത്രമല്ല, ആ കാലത്ത് ഹിന്ദുക്കൾക്ക് പോളിഗാമി അല്ലെങ്കിൽ പല വിവാഹങ്ങൾ ചെയ്യുക എന്നുള്ളത് വന്നിട്ട് അനുവദനീയമായിരുന്നു. ഒരു രാജാവിനത് സ്പെഷ്യൽ അലവൻസ് ആയിരുന്നു. കാരണം അദ്ദേഹം ഒരു രാജ്യം വേറെ രാജ്യത്ത് ചെന്ന് അതിനെ കൈയെടുക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് അവരുടെ ലീനിയേജ്, അവരുടെ ആ പാരമ്പര്യം തുടർന്ന് പോകുന്നതിനായിട്ട് ആ രാജ്യത്ത് തന്നെയുള്ള ഒരു രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ച് അവിടെ തന്നെ ലീനിയേജ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി രാജാക്കൾക്ക് പല വിവാഹങ്ങളും ചെയ്യാനുള്ള അനുവാദം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ദശരഥന് പല വിവാഹങ്ങളും സംഭവിച്ചത്. പക്ഷേ കമൽഹാസൻ ഒരു ബ്രാഹ്മണനാണ്. അങ്ങനെ ഇരിക്കുക, ബ്രാഹ്മണന് എന്ത് ആവശ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും കല്യാണം കഴിക്കേണ്ട ആവശ്യം? അങ്ങനെ അദ്ദേഹത്തിന് പകർത്താനായിട്ട് ഒരു വലിയൊരു ലീനേജ് അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഒരു വലിയ ലോകം അറിഞ്ഞ ഒരു പ്രശസ്തനായ, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ലീനേജ് എന്താ പറയുക, വളർത്തത്തക്ക രീതിക്കുള്ള വലിയൊരു മനുഷ്യനൊന്നുമില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ ആക്ടറാണ്. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് വളർത്താനുള്ള ഒരു ലീനേജ് ഒന്നുമില്ല. സോ അദ്ദേഹം അത് ചെയ്യേണ്ട ഒരൊറ്റ ആവശ്യമില്ല. സോ ആ തരത്തിൽ ദശരഥനുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കെൽപ്പൊന്നും കമൽഹാസന് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തത്, ദശരഥൻ തൻ്റെ എല്ലാ ഭാര്യമാരും ഈക്വൽ സ്റ്റേച്ചറോടെ ഒരേ രീതിക്ക് ഒരേ പോലെയായിരുന്നു പരിപാലിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ്സ് എല്ലാവരും ക്യൂൻസ് ആയിരുന്നു. എല്ലാ ക്യൂൻസിനും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുള്ള രീതിക്കല്ല, എല്ലാവരും ഈക്വലായിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ കമൽഹാസൻ അങ്ങനെയാണോ ചെയ്തിരുന്നത്? കമൽഹാസൻ തൻ്റെ ഓരോ ഭാര്യമാരെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് അവർ തന്നെ ഡിവോഴ്സിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുള്ള കാര്യമുള്ളൂ. എല്ലാ വൈഫ്സിനെയും ഒരേപോലെ പരിപാലിക്കുന്ന, അവരെ ഒരേ സ്റ്റേച്ചറിൽ കീപ്പ് ചെയ്യുന്ന ഒരു ജെന്റിൽമാനും ഓരോ ഭാര്യയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പരനാറിയും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് തെല്ലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ കമൽഹാസൻ ആ ഏരിയയിലും ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ ദശരഥ ആൻഡ് കമൽഹാസൻ അതൊരു എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മൂന്നാമത്തെ കാര്യം, ദശരഥൻ്റെ ഭാര്യമാർ ദശരഥനെ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടില്ല. അങ്ങനെ പോയതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ ദശരഥൻ ഇങ്ങനത്തെയാണ് അങ്ങനത്തെയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡാർക്ക് സീക്രറ്റ്സ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. മരണം വരെ അവർ ഒരുത്തൻ്റെ ഭാര്യയായി ദശരഥൻ്റെ കൂടെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ കമൽഹാസൻ്റെ ഭാര്യമാർ അങ്ങനെ ആയിരുന്നു അല്ല. എല്ലാവരും കമൽഹാസനെ വിട്ടൊഴിഞ്ഞ് പോയവരാണ്. കമൽഹാസനല്ല അവരെ വിട്ടൊഴിഞ്ഞത്, മറിച്ച് അവരാണ് കമൽഹാസൻ്റെ സ്വഭാവം കാരണം കമൽഹാസനെ വിട്ടുപോയത്. വെളിയിൽ പോയതിനു ശേഷം കമൽഹാസൻ്റെ യോഗ്യത എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഓബ്വിയസ് ആയിട്ടും ഓപ്പണായിട്ടും പറഞ്ഞിട്ടില്ല എങ്കിലും കമൽഹാസൻ ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കമൽഹാസനെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീ വിഷയത്തിൽ ആൾ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ കമൽഹാസനെ പോലെ സ്ത്രീകൾ തന്നെ വലിച്ചെറിഞ്ഞ് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല ദശരഥൻ. കമൽഹാസൻ താലി കെട്ടി ജീവിച്ച ഭാര്യമാർ മാത്രമല്ല, താലി കെട്ടാതെ ഒപ്പം വെച്ചുകൊണ്ട് നടന്ന ഗൗതമി പോലും വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനെ വലിച്ചെറിഞ്ഞു പോയ കാര്യം നമ്മൾ കണ്ടതാണ്. അവർ പോലും പുറത്തുപോയി കമൽഹാസൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. സോ കമൽഹാസന് അവിടെയും ദശരഥനോട് കമ്പയർ ചെയ്യാൻ യോഗ്യതയില്ല. അടുത്തൊരു, ദശരഥൻ തൻ്റെ വാക്ക് പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. റൈറ്റ്ഫുള്ളായിട്ടുള്ള ക്രൗൺ പ്രിൻസസ് എന്ന് പറയുന്നത് രാമനായിരുന്നു പട്ടാഭിഷേകം ചെയ്യേണ്ടത്. പക്ഷേ ഭരതൻ്റെ അമ്മ ചോദിച്ചതിന് വേണ്ടി അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ദശരഥൻ പട്ടാഭിഷേകം ഭരതന് നടത്തുകയായിരുന്നു. സോ തനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്ന ഒരു മകൻ്റെ കയ്യിൽ നിന്നും
തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം ഭരതിന് പട്ടാഭിഷേകം ചെയ്തു കൊടുത്ത ഒരാളാണ് ദശരഥൻ. പക്ഷേ കമലഹാസൻ ഓൺ ദ കോൺട്രാഡിക്ടറി സ്വന്തം വാക്ക് സ്വന്തം ജീവിതത്തിൽ പോലും പാലിക്കാത്ത ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളത് കടന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പല വീഡിയോസിലും പറഞ്ഞാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ പൊളിറ്റിക്സിലേക്ക് വന്നു. പൊളിറ്റിക്സിലേക്ക് വന്നതിന് ശേഷം കറപ്റ്റഡ് പാർട്ടി എന്നുള്ള രീതിക്ക് DMKനെയും ബാക്കിയുള്ള പാർട്ടികളെയും ഒരുപാട് വിമർശിച്ച ആളാണ് കമൽഹാസൻ. ഇപ്പോൾ ഒരു MP സീറ്റിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ നാടിൻ്റെ നന്മയെ കരുതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ DMKയിൽ പോയി ചേർന്നിരിക്കുകയാണ് കമൽഹാസൻ. സോ താൻ പറഞ്ഞ വാക്ക് പോലും സ്വയം പോലും പാലിക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ വാക്കിന് വേണ്ടി പട്ടാഭിഷേകം വേറൊരാൾക്ക് ചെയ്തു വെച്ച ഒരു മനുഷ്യനോട് കമ്പയർ ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. അടുത്തായിട്ട് ദശരഥൻ തൻ്റെ എല്ലാ മക്കളെയും മര്യാദയ്ക്കാണ് വളർത്തിയത്. തന്നെക്കാളും ഉയർന്ന മക്കളായിട്ടാണ് വളർത്തിയത്. ദശരഥൻ്റെ ഒരു മകൻ ദൈവമായിട്ട് വാഴിക്കപ്പെടുന്ന ഒരാളാണ്. ബാക്കിയുള്ള മക്കളെല്ലാം ദൈവതുല്യരായി വാഴിക്കപ്പെടുന്ന ആൾക്കാരുമാണ്. രാമനെ വഴിപെടുന്ന സമയത്ത് ലക്ഷ്മണനെ കുറിച്ചോ ശത്രുഘ്നെ കുറിച്ചോ അല്ലെങ്കിൽ ഭരതനെ കുറിച്ചോ ഒന്നും പറയാതെ ഒരു കഥയും പോവില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത്രത്തോളം തൻ്റെ മക്കളെ വളർത്തിയ ആളാണ് ദശരഥൻ. പക്ഷേ ഓൺ ദ കോൺട്രാഡിക്ടറി കമൽഹാസൻ്റെ മക്കളെ നോക്കൂ. കമലിനൊപ്പം എന്നുള്ളത് കൂടി വേണ്ട, ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരാൻ പോലും കെൽപ്പില്ലാത്ത മക്കളാണ് കമൽഹാസൻ്റെ. ഇൻഫാക്ട് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കത്തക്ക രീതിയിലാണ് അവരുടെ പെർഫോമൻസ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്തും ഒരു ഗുണവും പിടിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, തൻ്റെ ലെഗസിയെ നിലനിർത്താനോ അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു മക്കളെ ഉണ്ടാക്കിയ ഒരു തന്തയ്ക്ക് 4 മക്കളെയും ദൈവതുല്യരായിട്ടും ദൈവമായിട്ടും വളർത്താൻ കഴിവുള്ള ഒരു തന്തയോട് കമ്പയർ ചെയ്യാൻ ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഇൻ എവ്രി സെൻസ് കമൽഹാസൻ എന്ന് പറയുന്നത് ഒരു ഊളയും ദശരഥൻ എന്ന് പറയുന്നത് ഒരു ദൈവതുല്യനായ ഒരു രാജാവുമാണ്. സോ രാജാവിനോട് കമ്പയർ ചെയ്യാൻ ഒരു MP സീറ്റിന് വേണ്ടി ഭിക്ഷയെടുക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഒരു യോഗ്യതയുമില്ല. സോ കമൽഹാസൻ അവിടെ തൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞതെങ്കിലും കമ്പയർ ചെയ്ത കാര്യം ശരിയാണോ ഇല്ലയോ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ പോലും കമൽഹാസൻ അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ കമൽഹാസൻ സ്വയം ദശരഥനോട് കമ്പയർ ചെയ്ത് താനൊരു വലിയ ആളാകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങളുടെ കൂടെയൊക്കെ കമ്പയർ ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് ദശരഥ മഹാരാജാവിൻ്റെ ആത്മാവായിരിക്കും കരയുന്നുണ്ടാവുക. കമൽഹാസൻ അതിനുള്ള യോഗ്യത ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.